ഒരു വസ്തുവിനെ മണ്ണിടിക്കാൻ മുൻപ് അറിയേണ്ട പ്രധാന വ്യവസ്ഥകൾ. ആദ്യം ഭൂമിയുടെ സ്വഭാവം തിരിച്ചറിയണം. പാടശേഖരം, നിലം, വയൽ, തണ്ണീർത്തടം ആണോ എന്ന് പരിശോധിക്കണം. വയലായോ തണ്ണീർത്തടമായോ ഉള്ള ഭൂമിയിൽ നിയമാനുമതി ഇല്ലാതെ മണ്ണിടിക്കൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഭൂമി പുരയിടം ആണെങ്കിൽ റവന്യൂ റെക്കോർഡുകളിൽ ഭൂമിയുടെ കാറ്റഗറി ശരിയാണോ എന്ന് ഉറപ്പാക്കണം. നിലവിലെ ഭൂമി ഉപയോഗം മാറ്റേണ്ടതുണ്ടെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങണം. പാടശേഖര നിയമപ്രകാരം ഡേറ്റ ബാങ്ക് ഇൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ പ്രാദേശിക തല നിരീക്ഷണ കമ്മിറ്റി വില്ലേജ് ഓഫീസ് ഇൽ അപേക്ഷ സമർപ്പിക്കണം. ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ്, ടാക്സ് രസീത്, ലൊക്കേഷൻ, സ്കെച്ച് പ്ലാൻ എന്നിവ സമർപ്പിക്കണം. വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, തഹസിൽദാർ ഇവരുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി പരിശോധിക്കും. അനുമതി കിട്ടിയാൽ എത്ര അളവിൽ മണ്ണിടാം എന്ന് വ്യക്തമായി നിർദ്ദേശം ഉണ്ടാകും. പൊതു റോഡുകൾ അടച്ചോ നീർച്ചാൽ തടസ്സപ്പെടുത്തിയോ മണ്ണിടിക്കൽ ചെയ്യാൻ പാടില്ല. പത്തൽ വീടുകൾക്ക് വെള്ളക്കെട്ട് അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാകരുത്. പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങണം. മണ്ണ് കൊണ്ടുവരുന്നത് നിയമാനുസൃതമായ സ്ഥലങ്ങളിൽ നിന്ന് ആകണം. അനധികൃത മണ്ണെടുപ്പ് കുറ്റമാണ്. അനുമതി ഇല്ലാതെ മണ്ണിടിച്ചാൽ ഭൂമി പഴയ സ്ഥിതിയിലാക്കാൻ നിർദ്ദേശം വരും. വലിയ പിഴയും നിയമ നടപടിയും ഉണ്ടാകും. അതുകൊണ്ട് മണ്ണിടിക്കുന്നതിന് മുൻപ് എല്ലാ നിയമാനുമതികളും വാങ്ങുക. കാരുണ്യ ഫിനാൻസ് മീഡിയ ഇന്ന് നമ്മൾ നിയമബോധവും സാമ്പത്തിക ബോധവൽക്കരണവും നൽകുന്നു.